ഹായ് മക്കളെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ടൈട്രേഷൻ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾക്കറിയാം CBSE ബോർഡ് പ്രാക്ടിക്കലിന് 8 മാർക്കിനാണ് നമ്മളുടെ ടൈട്രേഷൻ, പെർമാഗ്നോമെട്രിക് ടൈട്രേഷനാണ് നമുക്കുള്ളത്. നമ്മളപ്പോൾ ഇന്ന് പരിശോധിക്കുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വേഴ്സസ് മോർസാൾട്ട് ടൈട്രേഷനാണ്. നമ്മൾ റിഡോക്സ് ടൈട്രേഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്താണ് ഒരു റിഡോക്സ് ടൈട്രേഷൻ? നമുക്കറിയാമല്ലോ, ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റും ഒരു റെഡ്യൂസിങ് ഏജൻറ്റും തമ്മിലുള്ള ടൈട്രേഷൻ റിയാക്ഷനെയാണ് റിഡോക്സ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. ആ റിഡോക്സ് ടൈട്രേഷനിൽ നമുക്ക് പെർമാംഗനോമെട്രിയാണ് ചെയ്യാനുള്ളത്. പെർമാംഗനോമെട്രി എന്ന് പറയുമ്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ടൈട്രേഷൻ നടത്തുന്നത്. അവിടെ നമുക്ക് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഓക്സാലിക് ആസിഡ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ മോർസാൾട്ട് അവൈലബിൾ ആണ്. നമ്മളിന്ന് മോർസാൾട്ട് അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റും തമ്മിലുള്ള ടൈട്രേഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം അതിനകത്ത് ആവശ്യമുള്ള ഉപകരണങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമുക്കറിയാം, ഈ സ്റ്റാൻഡിൽ നമ്മൾ ബ്യൂററ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ബ്യൂററ്റ്, അതിൽ ഒരു 0 to 50 മാർക്കിംഗ് വരെ ഉണ്ട്. അതിൻ്റെ വോളിയം കപ്പാസിറ്റി 50 ml ആണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ടാവും. ആ മാർക്കിംഗ് വരെ നമ്മൾ സൊല്യൂഷനെ കൊണ്ടുവന്നാൽ അത് എക്സാക്റ്റ്ലി 100 ml ആയിരിക്കും. അതുപോലെ ഒരു ഫണൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കോണിക്കൽ ഫ്ലാസ്കും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. കോണിക്കൽ ഫ്ലാസ്ക്, അതുപോലെ തന്നെ നമുക്ക് ടൈട്രേഷൻ ചെയ്യാനുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ടെസ്റ്റ് ട്യൂബ് ഫുൾ ഓഫ് 20 ml ഡൈലൂട്ടഡ് സൾഫ്യൂരിക് ആസിഡും നമുക്ക് ഈ ടൈട്രേഷന് ആവശ്യമാണ്. അത് ആ ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡിൽ അവിടെ ഇരിക്കട്ടെ. അതുപോലെ വാഷ് ബോട്ടിലിൽ എന്ത് ചെയ്യുക, ഫുള്ള് വെള്ളം നിറച്ച് വെക്കുക. ഇതൊക്കെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ക്രമീകരിക്കുക. എന്നിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ എന്താണ്, നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ വെയിങ് ബോട്ടിലായിരിക്കും മോർസാൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് എടുത്താണ് നമ്മൾ ബാക്കി കാൽക്കുലേഷൻ പാർട്ടിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഈ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സബ്സ്റ്റൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് മോർസാൾട്ടിനെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 100 ml ആയി ഇതിനെ മേക്കപ്പ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം നമുക്ക് കാൽക്കുലേഷൻ പാർട്ടിലൂടെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ മോർസാൾട്ടിൻ്റെ വെയിറ്റ് പ്ലസ് നമ്മുടെ ഈ വെയിങ് ബോട്ടിലിൻ്റെ വെയിറ്റ്, മാസ് ഓഫ് ഓർ വെയിറ്റ് ഓഫ് വെയിങ് ബോട്ടിൽ പ്ലസ് മോർസാൾട്ട്, അത് നമ്മൾ മെഷർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് മോർസാൾട്ടിനെ ട്രാൻസ്ഫർ ചെയ്ത ശേഷം ഈ ബോട്ടിലിൻ്റെ വെയിറ്റ് എലോൺ, ഈ ബോട്ടിലിൻ്റെ മാത്രം വെയിറ്റ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ ടോട്ടൽ വെയിറ്റിൽ നിന്നും ബോട്ടിലിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് മോർസാൾട്ടിൻ്റെ ഗിവൺ മാസ് കിട്ടുന്നതായിരിക്കും. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ലാബിലേക്ക് കയറി, എക്സാമിനേഷൻ സമയത്ത് ലാബിലേക്ക് കയറുന്നു. സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് നിങ്ങളുടെ ഉണ്ടാവും. സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൻ്റെ അടപ്പ് സേഫായിട്ട് ഏതെങ്കിലും വൃത്തിയുള്ളൊരു പ്രതലത്തിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളൊരു ഫണലിനെ അതിലേക്ക് ഇൻസർട്ട് ചെയ്യുക. ഫണലിനെ ഇൻസർട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് വെയിറ്റ് എടുക്കാനുള്ള മോർസാൾട്ടിൻ്റെ വെയിങ് ബോട്ടിലിനെ കയ്യിലെടുക്കുക. ഈ ഒരു ഫാഷനിലായിരിക്കും നമ്മൾ വെയിറ്റ് എടുക്കാനായി വെയിങ് മെഷീൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. അപ്പം നോക്കിയേ, എൻ്റെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ഉണ്ട്, അതിലേക്ക് ഞാൻ ഫണൽ ഇൻസർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ വെയിറ്റ് എടുക്കേണ്ട മോർസാൾട്ടുമായി ഞാൻ വെയിറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് എടുത്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് മോർസാൾട്ട് എടുക്കുകയാണ് ഇനി അടുത്ത നമ്മളുടെ ജോലി. അപ്പം ഞാൻ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ഫണൽ ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെയിങ് ബോട്ടിലിൽ മോർസാൾട്ട് എൻ്റെ കൈവശമുണ്ട്. ഇതാണ് നമ്മളുടെ വെയിങ് മെഷീൻ. ഇതിലാണ് നമ്മൾ വെയിറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രൊസീജിയറിലേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പേപ്പറിൽ വെയിറ്റ് ഓഫ് വെയിങ് ബോട്ടിൽ പ്ലസ് മോർസാൾട്ട്, അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് വെയിങ് ബോട്ടിൽ എലോൺ എന്ന് എഴുതിക്കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ മെഷർമെൻറ്റ് നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടാണ് ബാക്കി എക്സ്പെരിമെൻറ്റുകളെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ടോട്ടൽ വെയിറ്റ്, അതായത് ഇതിൽ മോർസാൾട്ട് ഉണ്ട്, സബ്സ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ ഓക്സാലിക് ആസിഡ് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് പ്രൊസീജിയർ. അപ്പം നമ്മൾ സബ്സ്റ്റൻസ് ഉണ്ട്, ഇത് മോർസാൾട്ടാണ്. അപ്പോൾ വെയിങ് ബോട്ടിലിനെ ഞാൻ വെയിങ് മെഷീനിലേക്ക് വെക്കുന്നു. അപ്പോൾ എനിക്ക് ടോട്ടൽ വാല്യൂ അവിടെ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാവും, 7.38 ആണ് നമ്മളുടെ ടോട്ടൽ വെയിറ്റ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബുക്കിൽ എഴുതുന്നു. വെയിറ്റ് ഓഫ് വെയിങ് ബോട്ടിൽ പ്ലസ് മോർസാൾട്ട് എത്രയാണ്, 7.38, ഒരു വാല്യൂ കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ മോർസാൾട്ടിനെ എടുക്കുന്നു. എന്നിട്ട് നമ്മളുടെ കൈകളിലേക്ക് ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കും ഫണലും കൂടെ എടുത്തിട്ട് ഈ സബ്സ്റ്റൻസിനെ അഥവാ മോർസാൾട്ടിനെ ഞാൻ ഇതിലേക്ക് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം കുറച്ച് സബ്സ്റ്റൻസ് ചിലപ്പോൾ ഫണലിൽ പറ്റിപ്പിടിച്ചിരിക്കും. അതുപോലെ കുറച്ച് സബ്സ്റ്റൻസ് താഴേക്ക് പോയിട്ടുണ്ടാവും. ചില കുട്ടികൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് സബ്സ്റ്റൻസും താഴേക്ക് തന്നെ പോകാറുണ്ട്. മുകളിൽ മോർസാൾട്ട് പറ്റിപ്പിടിച്ചിരുന്നു എന്ന് പറഞ്ഞ് പ്രശ്നമില്ല. നമ്മളിതിലേക്ക് വാട്ടർ ആഡ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ്ലി സോൾട്ടിനെ നമ്മൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് പ്രശ്നമില്ല. ഇത് മാറ്റി സേഫാക്കി വെച്ചതിന് ശേഷം ഇനി നമ്മുടെ അടുത്ത ജോലി, ഇപ്പോൾ ബോട്ടിൽ എംപ്റ്റി ആയിട്ടുണ്ട്. ഇതിലെ സബ്സ്റ്റൻസിനെ ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഈ ബോട്ടിലിൻ്റെ മാത്രം വെയിറ്റാണ് നമ്മൾ അടുത്ത് എടുക്കുന്നത്, വെയിറ്റ് ഓഫ് വെയിങ് ബോട്ടിൽ എലോൺ. അതിന് വീണ്ടും ഞാൻ
ഞാൻ വെയിങ് ബോട്ടിലേക്ക് അതിനെ വെക്കുന്നു. എന്നിട്ട് നോക്കുമ്പോൾ എനിക്ക് 5.43 ആണ് വാല്യൂ ഏകദേശം കിട്ടുന്നത്. അപ്പം എനിക്ക് നേരത്തെ ടോട്ടൽ വെയിറ്റ് കിട്ടി, ഇപ്പോൾ വെയിറ്റ് ഓഫ് വെയിങ് ബോട്ടിൽ എലോൺ കിട്ടി. അപ്പോൾ ഈ രണ്ട് വെയിറ്റുകളുടെ ഡിഫറൻസ് എന്താ തരുന്നത് നമുക്കറിയാമല്ലോ, സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മോർസാൾട്ട് വെയിറ്റ് എടുത്തു, അത് കംപ്ലീറ്റ്ലി സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമ്മുടെ ജോലി വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണിത്. നമ്മുടെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് 2 or 3 ഡ്രോപ്സ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു. വാട്ടർ ആഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു. കാരണം അത് ഒരു പ്രധാനപ്പെട്ട വൈവാ ക്വസ്റ്റ്യനാണ്. ഇതിലെ ഇപ്പോൾ ഫെറസ് അമോണിയം സൾഫേറ്റ് ആണല്ലോ നമ്മുടെ മോർസാൾട്ട്, അതിൻ്റെ ഹൈഡ്രോളിസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡ്രോപ്പറിൻ്റെ സഹായത്തോടെ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആയതുകൊണ്ട് മസ്റ്റായും നിങ്ങൾ ഡ്രോപ്പറിൽ തന്നെ എടുക്കണം, അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. ഡ്രോപ്പറിൻ്റെ സഹായത്തോടെ ഞാനൊരു 2-3 ഡ്രോപ്സ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അതിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ധൈര്യമായി വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് ഈ 100 ml എനിക്ക് ഇതിനെ ഈസിയായി കൊണ്ടുവരാൻ പറ്റും. അപ്പം ഞാൻ സൾഫ്യൂരിക് ആസിഡിൻ്റെ അടപ്പ് തിരിച്ചടച്ച് അതുപോലെ തന്നെ വെച്ചു. അതിനുശേഷം വാഷ് ബോട്ടിലിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ജോലി ഈ മാർക്കിംഗ് വരെ ഇതിനെ ഈ മോർസാൾട്ട് സൊല്യൂഷനെ കൊണ്ടുവരിക എന്നാണ്. നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാതെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്താൽ സോൾട്ടിൻ്റെ ഫെറസ് സൾഫേറ്റിൻ്റെ ഒക്കെ ഹൈഡ്രോളിസിസ് നടക്കുകയും നമുക്ക് കിട്ടേണ്ട വാല്യൂ കിട്ടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യണം, അതിനുശേഷമാണ് വാട്ടർ ആഡ് ചെയ്യേണ്ടത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് അല്പം വാട്ടർ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ മുകളിലുള്ള സോൾട്ടിനെയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വിടത്തക്ക രീതിയിലാണ് നമ്മളത് ക്രമീകരിക്കുന്നത്. അപ്പം വെള്ളമൊക്കെ മുകളിൽ ബബിൾസൊക്കെ ഉണ്ടാകും, അതിനെ ഒന്ന് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇതിനെ എന്ത് ചെയ്യുക, ഈ ഫണലിൻ്റെ എൻഡും കൂടെ വാഷ് ചെയ്യുക. ഫണൽ ഇനി അധിക നേരം ഇതിൽ വെച്ചുകൊണ്ടിരിക്കരുത്, ഫണലിൻ്റെ എൻഡും കൂടെ വാഷ് ചെയ്ത് ഫണലിനെ അങ്ങ് മാറ്റുക. ഫണലിൻ്റെ റോൾ അവിടെ കഴിയുന്നു. വീണ്ടും നമ്മളുടെ കയ്യിലിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ഈ സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബോട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മോർസാൾട്ട് വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് ജസ്റ്റ് ഡിസോൾവ് ചെയ്യിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ മാർക്കിംഗ് വരെ വാട്ടർ ആഡ് ചെയ്ത് കൊണ്ടുവരിക എന്നാണ്. വളരെ കെയർഫുള്ളായി ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണിത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഇനിഷ്യലി നമ്മൾ കുറച്ച് കൂടുതൽ വാട്ടർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനിഷ്യലി നമുക്ക് വാട്ടർ ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ബബിൾസൊക്കെ ഉണ്ടാകും. അപ്പോൾ കുറച്ച് പതുക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബബിൾസൊക്കെ മാക്സിമം ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഏകദേശം നമ്മൾ അവിടെ 100 ml നമുക്കൊരു ലൈൻ, ഒരു വരയുണ്ടാകും. അതിലേക്ക് അടുത്തെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വളരെ സ്ലോ ആയിട്ട് വേണം വാട്ടറിന് ആഡ് ചെയ്യുക. ഇനി വളരെ കുറച്ച് മാത്രം. ഇപ്പം നോക്കിയേ, ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം ആ സൊല്യൂഷൻ നമ്മുടെ വരയിലേക്ക് എത്താറായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് വളരെ കെയർഫുള്ളായി ഡ്രോപ്പ് ബൈ ഡ്രോപ്പായി വെള്ളം ഒഴിച്ചുകൊണ്ട് ഈ മാർക്കിംഗ് വരെ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ സിങ്കിലേക്ക് കുറച്ച് വാട്ടറിനെ പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു ഡ്രോപ്പ് ഉണ്ടാകും, അതിനെ വളരെ കെയർഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഫാഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളത്തെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾമോസ്റ്റ് എത്തി. ഇതൊരു കളർലെസ് സൊല്യൂഷനാണ്, ട്രാൻസ്പെറൻറ്റ് സൊല്യൂഷനാണ്. അതുകൊണ്ട് ലോവർ മെനിസ്കസ് ആണ് ആ 100 ml മാർക്കിങ്ങിൽ ടച്ച് ചെയ്യേണ്ടത്. ലോവർ മെനിസ്കസ്. കളേർഡ് സൊല്യൂഷൻ അപ്പർ മെനിസ്കസും, കളർലെസ് സൊല്യൂഷനിൽ ലോവർ മെനിസ്കസുമാണ് ആ വരയിൽ ടച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യുക. ഇപ്പോൾ ഏകദേശം അതിൻ്റെ ലോവർ മെനിസ്കസ് വരയിൽ ടച്ച് ചെയ്തു. ഇപ്പോൾ അത് ഫുള്ളി മേക്കപ്പ്ഡായി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ ഈ എടുത്തിരിക്കുന്ന വെള്ളത്തിലേക്ക് മോർസാൾട്ടിനെ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യിപ്പിക്കുക. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫാഷനിൽ അതിനെ ഒന്ന് എന്ത് ചെയ്യുക, ഇൻവെർട്ട് ചെയ്ത് പലതവണ എന്ത് ചെയ്യുക, ഇതുപോലെ ഈ ഒരു ഫാഷനിൽ ഷേക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഇൻവെർട്ട് ചെയ്യുക. അങ്ങനെ പലതവണ നമ്മൾ ഒരു 2 മിനിറ്റ് നമ്മൾ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, ഇതിൽ മോർസാൾട്ട് സോലിബിളായി മാറും. അപ്പോൾ എടുത്തിരിക്കുന്ന വെള്ളത്തിൽ കംപ്ലീറ്റ്ലി മോർസാൾട്ട് എന്തായിരിക്കണം, സോലിബിളായിരിക്കണം. ഇതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ഫാഷനിൽ ഒക്കെ ഒന്ന് ഇൻവെർട്ട് ചെയ്യുക. നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേണം ഇൻവെർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അത് തുറന്ന് വെളിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ രീതിയിൽ ഒരു 2 മിനിറ്റ് നമ്മൾ ഈ ഫാഷനിൽ നമ്മളൊന്ന് ഇതിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം ഞാൻ മോർസാൾട്ടിൻ്റെ 100 ml സൊല്യൂഷനെ മാറ്റി വെക്കുന്നു. ഇനി എൻ്റെ പ്രധാന ജോലി, ഞാൻ ബ്യൂററ്റിലേക്ക് വരികയാണ്. ബ്യൂററ്റിലേക്ക് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ബ്യൂററ്റ് എൻ്റെ കൈകളിലേക്ക് എടുക്കുന്നു. എന്നിട്ട് നേരത്തെ നമ്മളുടെ കയ്യിൽ ഓൾറെഡി നമ്മൾ ഫണൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ഫണലിനെ നമ്മളിപ്പോൾ മോർസാൾട്ടിനെ മേക്കപ്പ് ചെയ്യാനാണ് ഉപയോഗിച്ചത്. ഫണൽ നന്നായി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ചതിന് ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ബ്യൂററ്റിലേക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഫണലിനെ ഒന്ന് വാഷ് ചെയ്യുക. അപ്പോൾ ഫണലിനെ വാഷ് ചെയ്തതിന് ശേഷമേ എന്ത് ചെയ്യാവൂ, ഇതിലേക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അതിലേക്ക് ഉപയോഗിക്കുക. കാരണം ഓൾറെഡി നിങ്ങൾ ഈ പറയുന്ന ഫണലിൽ
മോർസാൾട്ട് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫണലിനെ വീണ്ടും ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ബീക്കറിൽ പൊട്ടാസ്യം പെർമാനേറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അല്പം പൊട്ടാസ്യം പെർമാനേറ്റ് സൊല്യൂഷനെ ഈ പറയുന്ന ബ്യൂററ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്പം. അപ്പോൾ നമ്മൾ അല്പം പൊട്ടാസ്യം പെർമാനേറ്റിനെ ബ്യൂററ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇത് റിൻസിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. അതായത് നമ്മൾ പൊട്ടാസ്യം പെർമാനേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബ്യൂററ്റിൻ്റെ അകംഭാഗം നമ്മൾ എന്ത് ചെയ്യുകയാണ്, വാഷ് ചെയ്യുകയാണ്. ഈ ഫണലിൻ്റെ റോൾ ഇവിടെ കഴിഞ്ഞു. ഫണൽ വെറുതെ അതിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഫണൽ മാറ്റി വെക്കുക. അതിനുശേഷം ഇതിനകത്ത് പൊട്ടാസ്യം പെർമാനേറ്റ് യൂണിഫോമായി കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഈ അപ്പാരറ്റസിനെ എന്ത് ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു. ഇതിനെയാണ് റിൻസിങ് ദ ബ്യൂററ്റ് എന്ന് പറയുന്നത് വിത്ത് പൊട്ടാസ്യം പെർമാനേറ്റ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പൊട്ടാസ്യം പെർമാനേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബ്യൂററ്റ് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്തതിന് ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നമ്മൾ സിങ്കിലേക്ക് ഒഴിച്ച് കളയുകയാണ്. അതിന് നമ്മൾ വേറെ പർപ്പസിനൊന്നും ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ഉപയോഗം അവിടെ കഴിഞ്ഞു. റിൻസിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വീണ്ടും എക്സ്പെരിമെൻറ്റിന് എടുക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി പൊട്ടാസ്യം പെർമാനേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സിങ്കിലേക്ക് ഒഴിച്ച് കളയുന്നു. വളരെ കുറച്ച്, മിനിമം പൊട്ടാസ്യം പെർമാനേറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. സാധാരണ കുട്ടികൾ ഒരുപാട് എടുത്ത് വേസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം കെമിക്കലിനെ വേസ്റ്റ് ചെയ്യാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ കുറച്ച് മാത്രം നമ്മൾ എടുക്കുന്നു, അത് ക്ലോസ് ചെയ്യുന്നു. അത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ജോലി, വീണ്ടും നമ്മൾ ഫണൽ അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. ഈ മാർക്കിംഗ് വരെ, ഇവിടെ ഒരു 0 മാർക്കിംഗ് ഉണ്ട് ബ്യൂററ്റിൽ, അവിടം വരെ നമ്മൾ പൊട്ടാസ്യം പെർമാനേറ്റിനെ ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴും പൊട്ടാസ്യം പെർമാനേറ്റ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഫണൽ ഉപയോഗിച്ചിട്ട് വേണം അതിലേക്ക് അത് ഫില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ പുറത്തേക്ക് ഓവർഫ്ലോ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. വളരെ കെയർഫുള്ളായി നമ്മൾ പൊട്ടാസ്യം പെർമാനേറ്റ് എന്ത് ചെയ്യുക, ബ്യൂററ്റിലേക്ക് ഫില്ല് ചെയ്യുക. ഒരല്പം 0യ്ക്ക് ഒരല്പം മുകളിലേക്ക് അതിനെ ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ബാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, ബാക്കി തുറന്ന് നമുക്ക് കളഞ്ഞുകൊണ്ട് നമുക്ക് ആ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊരു കളേർഡ് സൊല്യൂഷനാണ് പൊട്ടാസ്യം പെർമാനേറ്റ്. നമുക്കറിയാം പർപ്പിൾ കളറാണല്ലോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഡൈലൂട്ട് ആവുന്നതിനനുസരിച്ച് പിങ്ക് കളർ എന്ന് പറയും. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരല്പം 0യ്ക്ക് മുകളിൽ ഞാൻ ഈ പൊട്ടാസ്യം പെർമാനേറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ താഴെ ടാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് തുറന്ന് വിട്ടുകൊണ്ട് ഞാനതിൻ്റെ 0യിലേക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് കളേർഡ് സൊല്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ അപ്പർ മെനിസ്കസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പർ മെനിസ്കസ്. കളർലെസ് സൊല്യൂഷൻ ആണെങ്കിൽ ലോവർ മെനിസ്കസ് ആയിരിക്കണം ടച്ച് ചെയ്യേണ്ടത്. ഇവിടെ അപ്പർ മെനിസ്കസ് ആണ് ഇതിൽ ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 0യിൽ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ ഇതിനെ സ്റ്റാൻഡിലേക്ക് ഉറപ്പിച്ച് വെക്കുക. ഇപ്പോൾ ടൈട്രേഷൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഒരു കൈയുടെ ഡിസ്റ്റൻസിൽ ഇതൊന്ന് ക്രമീകരിക്കണം. അതുപോലെ കളർ മനസ്സിലാക്കാനായി നമ്മളൊരു വൈറ്റ് ഷീറ്റ് ഓഫ് പേപ്പർ താഴെ സെറ്റ് ചെയ്തിരിക്കണം. അതുപോലെ റൈറ്റ് ഹാൻഡ് കൊണ്ടായിരിക്കണം ഈ പറയുന്ന, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കണം ഇതിൻ്റെ ആ നോബ് അല്ലെങ്കിൽ ആ ഒരു ടാപ്പ് ഉണ്ടായിരിക്കേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടുകൊണ്ട്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ടാപ്പ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ റൈറ്റ് ഹാൻഡിൽ കോണിക്കൽ ഫ്ലാസ്ക് ഉണ്ടാകും. ഈ കോണിക്കൽ ഫ്ലാസ്കിലാണ് നമ്മൾ മോർസാൾട്ടിനെ പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, നമ്മൾ പിപ്പറ്റ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് വരുന്നു. ഇതിൽ നമ്മൾ സക്ക് ചെയ്തെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മോർസാൾട്ട് സൊല്യൂഷനെ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഒഴിക്കുന്നത്. അപ്പം നേരത്തെ ഞാൻ 100 ml ആക്കി വെച്ചിരിക്കുന്ന മോർസാൾട്ട് അതിൻ്റെ അടപ്പ് തുറന്നതിന് ശേഷം പിപ്പറ്റിനെയും ഇവിടെ നമ്മൾ റിൻസ് ചെയ്യണം ആദ്യം. ഇപ്പോൾ പിപ്പറ്റിൽ നമ്മൾ നേരത്തെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പിപ്പറ്റിനെ നമ്മൾ മോർസാൾട്ട് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് റിൻസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി ഇതാണ്. ഒരല്പം മോർസാൾട്ട് സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിപ്പറ്റിൽ എടുക്കുന്നു. എന്നിട്ട് അതിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ റിൻസ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ വാഷ് ചെയ്യുകയാണ്. നേരത്തെ പൊട്ടാസ്യം പെർമാനേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബ്യൂററ്റിനെ വാഷ് ചെയ്തതുപോലെ മോർസാൾട്ട് ഉപയോഗിച്ചുകൊണ്ട്, മോർസാൾട്ടിന് വരെ നമുക്ക് ഓക്സാലിക് ആസിഡ് എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഓക്സാലിക് ആസിഡ് ആണെങ്കിലും ഓക്സാലിക് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിങ്ങനെ റിൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് മോർസാൾട്ടാണ്, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റിൻസിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് സിങ്കിലേക്ക് ഈസി ആയിട്ട് കളയാൻ പറ്റും. അവസാനത്തെ ഡ്രോപ്പ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ സൊല്യൂഷനും പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ്ലി അത് ട്രാൻസ്ഫർ ചെയ്ത് സിങ്കിലേക്ക് കളയുക. എന്നിട്ട് നമുക്ക് ഈ 4 ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് അടച്ചു വെച്ചാൽ സൊല്യൂഷൻ ഇതിനകത്ത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് കെപ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ പിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിലൊരു മാർക്കിംഗ് ഉണ്ട്. അത് എക്സാക്ട്ലി 20 ml ആണ്. ഈ ഒരു യെല്ലോ കളർ മാർക്കിങ്ങിൻ്റെ താഴെയായിട്ടാണ് ആ ഒരു ചെറിയ വര. അവിടം വരെ നിങ്ങൾ മോർസാൾട്ട് സൊല്യൂഷനെ കൊണ്ടുവന്നാൽ അത് എക്സാക്ട്ലി 20 ml ആണ്. അപ്പോൾ നമ്മൾ പിന്നെയും ഇതിനെ സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ കൈയൊക്കെ ഒന്ന് ക്രമീകരിച്ച്, അപ്പോൾ ആ ഒരു ലിക്വിഡ് ആ ഒരു വരയുടെ ലെവലിൽ തന്നെയാണ്. ആ സൊല്യൂഷനെ നമ്മൾ ഡയറക്റ്റ്ലി കോണിക്കൽ ഫ്ലാസ്കിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. അതിൻ്റെ ഏകദേശം ഒരു മിഡിൽ പോയിന്റിൽ വെച്ച് നമ്മളതിനെ എന്ത് ചെയ്യുക, കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടെ നമ്മൾ നോർമലി ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ആകുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആവശ്യമില്ല.
പൊട്ടാസ്യം പെർമാനേറ്റ് ഒരു സെൽഫ് ഇൻഡിക്കേറ്ററായിട്ട് ആക്ട് ചെയ്യും. നമുക്കറിയാം, നമ്മൾ തിയറി ക്ലാസ് റൂമിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പൊട്ടാസ്യം പെർമാനേറ്റ് ആക്ട് ആസ് എ സെൽഫ് ഇൻഡിക്കേറ്റർ. ഇവിടെ കളർലെസ് ടു പെർമനൻറ്റ് പിങ്ക് കളറാണ് എൻഡ് പോയിൻ്റ് എന്ന് മനസ്സിലാക്കാം. ഇവിടെ പൊട്ടാസ്യം പെർമാനേറ്റ് ഒരു ഇൻഡിക്കേറ്റർ ആണോ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ഇൻഡിക്കേറ്റർ അല്ല. അയാൾ ഇവിടെ ഒരു സെൽഫ് ഇൻഡിക്കേറ്റർ ആക്ട് ചെയ്യുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്ററുകളുടെ ഒന്നും ആവശ്യമില്ല. സോ നോ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് ഇപ്പം ഫിനോഫ്തൽ, മീതൽ, ഓറഞ്ച് ഇതൊക്കെയല്ലേ ഇൻഡിക്കേറ്റേഴ്സ്. അവരെയൊന്നും നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. കാരണം പൊട്ടാസ്യം പെർമാനേറ്റ് ഇറ്റ് സെൽഫ് ഒരു ഇൻഡിക്കേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് ഒരു ഡ്രോപ്പ് ഇതിൻ്റെ അറ്റത്തുണ്ടാകും. അതിനെ നമ്മളിങ്ങനെ ഇതിൻ്റെ ബോട്ടം റീജിയനിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോൺടാക്റ്റിൽ വെക്കുക, ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോഴത്തേന് ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് മോർ സാൾട്ട് നമുക്കിതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ ഈ പിപ്പറ്റിനെ സേഫായിട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ ഇതിൽ എക്സാക്ട്ലി 20 ml മോർ സാൾട്ട് സൊല്യൂഷൻ ഉണ്ട്. ഇതിലെ മീഡിയം അസിഡിക് മീഡിയം ആക്കാൻ വേണ്ടി നമ്മൾ ഡൈലൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അത് മറന്നു പോകരുത്. ടൈട്രേഷന് മുന്നേ 20 ml മോർ സാൾട്ട് സൊല്യൂഷനിലേക്ക് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ടെസ്റ്റ് ട്യൂബ് ഫുൾ ഓഫ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ലാബിലുണ്ടാകും. അത് കൃത്യമായി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നമ്മൾ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി സൾഫ്യൂരിക് ആസിഡ് ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യാതിരുന്നാൽ അവിടെ മറ്റൊരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയും അത് എക്സ്പെരിമെൻറ്റിനെ നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബിഫോർ ടൈട്രേഷൻ നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കുക, 20 ml ഡൈലൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നിർബന്ധമായും നമ്മൾ ആഡ് ചെയ്തിരിക്കണം. അതിനുശേഷമേ പൊട്ടാസ്യം പെർമാനേറ്റുമായി ടൈട്രേഷന് വിധേയമാക്കാവൂ. അഥവാ നമ്മളിപ്പം സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാൻ മറന്നുപോയാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടില്ല. ഇതിലേക്ക് ഒരു പെർമനൻറ്റ് പിങ്ക് കളർ വരുമ്പോഴാണ് നമ്മൾ ടൈട്രേഷൻ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വോളിയം നോട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് കാൽക്കുലേഷൻ പാർട്ടിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ശ്രദ്ധിക്കുക, ഞാൻ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് കോണിക്കൽ ഫ്ലാസ്കിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഈ പറയുന്ന അപ്പോൾ കൈ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഞാൻ ഈ ടാപ്പ് ക്രമീകരിക്കുന്നു. അപ്പോൾ ഞാൻ പതുക്കെ എന്ത് ചെയ്യുന്നു, ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എപ്പോഴാണോ ഇതിനകത്ത് പെർമനൻറ്റ് പിങ്ക് കളർ വരുന്നത് അപ്പോൾ നമുക്ക് ടൈട്രേഷൻ അവസാനിപ്പിക്കാം. നമ്മൾ ആദ്യം നമുക്ക് ആദ്യത്തെ സ്പീഡ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഒരു നിശ്ചിത സ്പീഡിൽ എന്ത് ചെയ്യുക, നമ്മൾ പൊട്ടാസ്യം പെർമാനേറ്റിൽ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമ്മളുടെ മോർ സാൾട്ട് സൊല്യൂഷനിലേക്ക് ഇത് റിയാക്ട് ചെയ്ത് തുടങ്ങി. ഓക്കെ, ഞാൻ ഒരു റൈറ്റ് ഹാൻഡ് കൊണ്ട് ഞാൻ റൊട്ടേഷനും കൂടെ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഏകദേശം ഇപ്പോൾ 15 ml പാസ് ചെയ്ത് കഴിഞ്ഞു KMnO4. എന്നിട്ടും എന്താണ്, അതിൽ കളർ ചേഞ്ചുകളൊന്നും വരുന്നില്ല. നമുക്ക് കാണാൻ പറ്റും ഇവിടെ കളർ ചേഞ്ച് ഒന്നുമില്ല. നമ്മൾ കളർ കിട്ടുന്നവരെയാണ് റിയാക്ഷൻ ചെയ്യേണ്ടത്. അപ്പം ഇനി വളരെ കുറച്ച് സ്ലോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 15 ശേഷമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സ്ലോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ഒന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. എപ്പോഴാണ് ഏത് ഡ്രോപ്പിലാണ് നമുക്ക് ആ കളർ വരുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഡ്രോപ്പുകൾ ആഡ് ചെയ്തു. ഏകദേശം ഇപ്പം ഒരു 18.5 അടുപ്പിച്ചാവുന്നു. എന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കളർ ചേഞ്ച് അവിടെ ഉണ്ടാകുന്നില്ല. വീണ്ടും ഞാൻ കുറച്ചുകൂടെ സ്ലോ ആയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. കാരണം ഏത് ഡ്രോപ്പിലാണ് ആ ഒരു പെയിൽ പിങ്ക് കളർ അപ്പിയർ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 20-നോടടുത്ത് വരുമ്പോൾ ഏകദേശം നന്നായിട്ട് സ്ലോ ആക്കി കൊടുക്കാം. കൂടുതൽ ഡ്രോപ്പുകൾ വീണാൽ എക്സ്പെരിമെൻറ്റ് തെറ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഏകദേശം ഇപ്പോൾ 20 അടുത്തായി ആവാറായി. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ എൻഡ് പോയിന്റിലേക്ക് എത്തി. ആ ഒരു ട്രാൻസ്പെറൻറ്റ് സൊല്യൂഷൻ മാറിയിട്ട് ഇപ്പോൾ ഒരു പെയിൽ പിങ്ക് കളർ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എനിക്ക് ഏകദേശം അതിൻ്റെ റീഡിങ് 22.5 ആണ് കാണാൻ പറ്റുന്നത്. നമുക്ക് ഏകദേശം ഒരു 18-നും 25-നും ഇടയ്ക്കായിരിക്കും നമുക്ക് ഈ എൻഡ് പോയിന്റ് കിട്ടുക. എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു റിയാക്ഷൻ്റെ കംപ്ലീഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കളർലെസ് ടു പെർമനൻറ്റ് പിങ്ക് കളർ, ഈ കളറാണ് നമുക്ക് കിട്ടേണ്ടത്. ഇങ്ങനെ നമുക്ക് പെർമാഗ്നോമെട്രിക് ടൈട്രേഷൻ അവസാനിപ്പിക്കാൻ പറ്റും. ആദ്യം കളർലെസ് ആയിരുന്നു, അതിപ്പോൾ പെർമനൻറ്റ് പിങ്ക് കളറായിട്ട് മാറി. എനിക്കിപ്പോൾ ഒരു 22.5 ആണ് ഇപ്പോൾ നമുക്ക് കാണുന്ന റീഡിങ്. അത് 18-ന് ശേഷം എപ്പോൾ വേണമെങ്കിലും എൻഡ് പോയിന്റ് സംഭവിക്കാം. 25-ന് മുകളിലേക്ക് പോകരുത്. അപ്പം ഒരു 18-നും 25-നും ഇടയ്ക്കായിരിക്കും. ഓൾമോസ്റ്റ് ഒരു 20-നും 23-നും ഒക്കെ ഇടയ്ക്ക് നമുക്ക് ഉറപ്പായും ഈ ഒരു റിസൾട്ട് കിട്ടും. നിങ്ങൾ അത് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇങ്ങനെ ആ വോളിയം, അതാണ് വോളിയം ഓഫ് KMnO4. ഇനി എന്താ ചെയ്യുന്ന അടുത്തത്, വീണ്ടും നമുക്ക് കൺകോർഡൻറ്റ് വാല്യൂ കിട്ടണം. എന്താണ് കൺകോർഡൻറ്റ് വാല്യൂ? കൺസിസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതായത് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണലിനോട് ഒരു എക്സ്പെരിമെൻറ്റ് മാത്രം ചെയ്തിട്ടല്ല റിപ്പോർട്ട് പറയുന്നത്. നമ്മൾ ഒരു 2 തവണ ഈ എക്സ്പെരിമെൻറ്റ് വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. പഴയതുപോലെ വീണ്ടും ഇപ്പോൾ നമ്മൾ കുറച്ച് വോളിയം പൊട്ടാസ്യം പെർമാനേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇയാളെ കയ്യിലെടുത്തിട്ട് ഇയാളെ എന്ത് ചെയ്യുക, പൊട്ടാസ്യം പെർമാനേറ്റ് ഈ 0 വരെ റീഫിൽ ചെയ്യുക. ഈ 0 വരെ റീഫിൽ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ കയ്യിൽ ബാക്കി മോർ സാൾട്ട് സൊല്യൂഷൻ ഇരിപ്പുണ്ട്. ഇനി നിങ്ങൾ വെയിറ്റ് എടുക്കാനൊന്നും പോകണ്ട. ഈ മോർ സാൾട്ട് സൊല്യൂഷൻ തന്നെ ഒരു 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്യുക. റിപ്പീറ്റ് ദ സെയിം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട
ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ എക്സ്പെരിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഫണൽ ഇതിലേക്ക് വെക്കുന്നു, പൊട്ടാസ്യം പെർമാനേറ്റ് ഫില്ല് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ വീണ്ടും സ്റ്റാൻഡിലേക്ക് ഉറപ്പിച്ച് വെക്കുന്നു. നമ്മുടെ കൈവശം മോർസാൾട്ട് സൊല്യൂഷൻ നമ്മൾ 100 ml ആക്കി വെച്ചിട്ടുണ്ട്. അത് ബാക്കി ഇരിപ്പുണ്ടല്ലോ, ഇതിൽ നിന്ന് പഴയതുപോലെ പിപ്പറ്റ് ഔട്ട് ചെയ്യുക, 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്യുക. ആ എക്സ്പെരിമെൻറ്റ് ഇപ്പോൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ പഴയ സൊല്യൂഷൻ കോണിക്കൽ ഫ്ലാസ്കിലുണ്ടാകും, അയാളെ നമ്മൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, സിങ്കിലേക്ക് കളയുക. അപ്പോൾ ഈ വോളിയം വെച്ചിട്ടാണ്, ഈ വോളിയം ഓഫ് KMnO4 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാക്കി കാൽക്കുലേഷൻ ചെയ്യുന്നത്. നമ്മളുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ആൻഡ് മൊളാരിറ്റി ഓഫ് പൊട്ടാസ്യം പെർമാനേറ്റ് സൊല്യൂഷനാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതാണ് നമ്മുടെ റിസൾട്ട്. കാൽക്കുലേഷൻ പാർട്ടൊക്കെ നമ്മൾ ക്ലാസ് റൂമുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ.